പാതിവില തട്ടിപ്പ് കേസിൽ കെ.എൽ. ആനന്ദകുമാർ റിമാൻഡിൽ. തിരുവനന്തപുരം ACJM കോടതിയാണ് റിമാൻഡ് ചെയ്തത്. വിവരങ്ങളുമായി ഇപ്പോൾ സൂര്യ ഗായത്രി ചെയ്യുന്നുണ്ട്. സൂര്യ, കഴിഞ്ഞ ദിവസമാണ് ആനന്ദകുമാർ ഈ പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത്. ഇന്ന് റിമാൻഡിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഹരിത, കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയാണ് സായിഗ്രാമൻ ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. തുടർന്ന് ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ ആനന്ദകുമാറിനെ വാങ്ങിക്കാനുള്ള തീരുമാനം പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനാൽ ആനന്ദകുമാറിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതേ തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസിന് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേ തുടർന്നാണ് ഇന്നിപ്പോൾ ആനന്ദകുമാറിനെ റിമാൻഡിൽ വിട്ടിരിക്കുന്നത്. മൂവാറ്റുപുഴ സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരം ACJM കോടതിയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കാതായതോടുകൂടിയാണ് ആനന്ദകുമാറിനെ റിമാൻഡിൽ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മാസം 26-നകം മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാകണം എന്നുള്ള നിർദ്ദേശം ആനന്ദകുമാറിന് നൽകിയിട്ടുണ്ട്. ഇയാളുടെ ചികിത്സ സംബന്ധിച്ചുള്ള കാര്യവും മൂവാറ്റുപുഴ ജയിൽ സൂപ്രണ്ടിന് തീരുമാനിക്കാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ തന്നെ തള്ളിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ആനന്ദകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആരോഗ്യാവസ്ഥ അത് ശരിയാകാത്തതിനാലാണ് ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങാൻ കഴിയാതെ പോയിട്ടുണ്ടായിരുന്നത്. ഈ സായിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്ന പണം അത് വിവിധ സംഘടനകളും വ്യക്തികളും സഹായം എന്ന രൂപേണ നൽകിയതാണ് എന്നുള്ളതാണ് ആനന്ദകുമാർ തുടക്കം മുതൽ പറഞ്ഞിരിക്കുന്നത്. അത് തട്ടിപ്പ് പണം അല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷയും ആനന്ദകുമാർ കോടതിയിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് തള്ളപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടിയാണ് ഇപ്പോൾ ആനന്ദകുമാറിന്റെ റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത്. എന്തായാലും കസ്റ്റഡിയിൽ ആനന്ദകുമാറിനെ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടത്തേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ ആനന്ദകുമാറിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ശരി, സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്.